ഇന്നും നിലം തുടങ്ങിയാൽ അഴിമതി എന്ന് പറയുന്ന സംവിധാനം പണ്ട് മഹാഭാരത യുദ്ധകാലം മുതൽ തുടങ്ങിയ ഒരു സംഭവമാണ് അഴിമതി. അതിൻ്റെ പുതിയ പുതിയ പല വേർഷൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് റെഗുലറായിട്ട് പത്രം വായിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അഴിമതിക്കെതിരെ വന്ന ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ ഈ പറയുന്നതിൽ പല ആൾക്കാർ അഭിപ്രായങ്ങളൊക്കെ തള്ളുവാണ്. യൂട്യൂബ് തുറന്നാൽ ഇതിനെപ്പറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ ആരെങ്കിലും അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടിട്ടുണ്ട്? അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയോട് നേരിട്ട് കണ്ട് സംസാരിച്ചിരിക്കുന്ന ഒരാളാണ്. വ്യക്തിപരമായി അയാളൊരു നല്ല മനുഷ്യൻ, ഒരു നല്ല പൊളിറ്റീഷ്യനാണ്. പക്ഷേ നമ്മളൊരു ആരോപണം വരും, അത് ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, ഒരു ആരോപണം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അതിൻ്റെ ഒതൻറ്റിസിറ്റി എന്താണെന്നുള്ളത് അറിയണം. ഞാൻ ഡൽഹിയിൽ വേണ്ട 13 വർഷം ഉണ്ടായിരുന്ന ഒരാളാണ്. നിങ്ങൾ ഈ 100 പേപ്പർ വായിക്കുന്നതിന് പകരം ഈ 100 വീഡിയോ കാണുന്നതിന് പകരം സിമ്പിളായിട്ടങ്ങ് പറയും. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബിവറേജ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അവിടെ പ്രൈവറ്റ് പാർട്ടികൾ നടത്തുന്നു. അപ്പോൾ ആ പ്രൈവറ്റ് പാർട്ടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പോളിസി ഉണ്ടാക്കി. വളരെ സിമ്പിളായിട്ട് പറയും. കുറേ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഇവർ പറഞ്ഞു, ഒരു പോളിസി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഇത് പ്രൈവറ്റായിട്ട് കൊടുക്കുക. ശരിക്കും ഉള്ളത് പറയാമല്ലോ, അരവിന്ദ് കെജ്രിവാൾ ചെയ്തത് നല്ല കാര്യം. തറയെ ചവിട്ടാൻ പറ്റാത്ത സാഹചര്യമാണ്. നിങ്ങൾ കള്ളു കുടിക്കുന്നവരാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ കള്ളു കുടിക്കുന്നവരുടെ കൂടെ പോയിട്ടുണ്ട്, ഞാൻ കള്ള് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് പറയും തറയെ ചവിട്ടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്ന് ഹൈടെക് സംവിധാനത്തിലൂടെ ഡീസൻ്റ് ആയിട്ടുള്ള ഷോപ്പുകളാണ്. പക്ഷേ ഇതിന് പോളിസി മേക്കിങ്ങിന് വേണ്ടി കുറേ പൈസ അയാൾ വാങ്ങിച്ചു പറയും. ശരി, തെളിയിക്കുന്നത് വരെ ആരോപണങ്ങൾ എല്ലാവരുടെയും പേരിലുണ്ട്. രാജീവ് ഗാന്ധിയുടെ പേരിലുണ്ട്, പിണറായി വിജയൻ്റെ പേരിലുണ്ട്, ഇപ്പോൾ ആ പറയുന്നത് മോദിയുടെ പേര് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ. രണ്ടാമത്, ഈ പോളിസി റീമേക്ക് ചെയ്യുന്നതിന് പൈസ വാങ്ങിച്ചു എന്ന് പറയുന്നത് അത് അഴിമതിക്കകത്ത് മാത്രം വരുന്ന കാര്യം. പക്ഷേ ഞാൻ റെഗുലറായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് മറുനാടൻ ഷാജൻ എന്ന് പറയുന്ന ആൾ. ആ പുള്ളി ഇദ്ദേഹത്തെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോ ചെയ്ത് കാണും. എനിക്ക് തോന്നുന്നു BJP അനുകൂലം ഉണ്ടായിരിക്കുന്ന ഒരാളായോണ്ടായിരിക്കാം നേരത്തെയുള്ള ഈ വീഡിയോകൾ. പക്ഷേ ഇതിനകത്ത് നേരെ ജസ്റ്റ് റിവേഴ്സായിട്ടാണ് പുള്ളി ചെയ്തത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, പൈസ വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും അഴിമതി കളിക്കുന്നതും ഒന്നുമല്ല പറയാം. ഇവിടെ ആരോപിക്കപ്പെടുന്ന കുറ്റം എന്ന് പറയുന്നത് പന്നു, കനേഡിയൻ സിറ്റിസൺഷിപ്പ്, ഇന്ത്യയിലെ പഞ്ചാബ് പ്രൊവിൻസിൽ നിന്നും കാനഡയിലേക്ക് കുടിയേറ്റം ചെയ്തതിന് ശേഷം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പൈസ സമാഹരിച്ചിരിക്കുന്നത് വെറുതെ പറയുന്നതല്ല, ഇത് ഒഫീഷ്യൽ ഒതൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പൈസ വാങ്ങിച്ചിരിക്കുന്ന ആൾ 133 കോടി രൂപ അരവിന്ദ് കെജ്രിവാളിന് കൊടുക്കുന്നു. ആലോചിച്ചു. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് രാത്രിയിലും ഇന്നും ഇപ്പോഴും സമാധാനമായിട്ട് വിട്ടിരിക്കുന്നത് ഇവിടെ പടക്കം പൊട്ടാത്തതുകൊണ്ടാണ്. ഈ പടക്കം പൊട്ടുന്ന സ്ഥലങ്ങളിൽ ചെന്നിട്ട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമോ, കാശ്മീരിലൊക്കെ പോകാൻ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ആരേർപ്പെട്ടാലും അതിൽ രാഷ്ട്രീയം ആരോപണം കൊണ്ടുവന്നാൽ അതുകൊണ്ട് എല്ലാം തീർന്നു. എനിക്ക് നിങ്ങളെപ്പറ്റി പറഞ്ഞുകൂടെ എന്ന് ചോദിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2, നമ്മുടെ നിയമ സംവിധാനങ്ങളിലെ ഏറ്റവും ടോപ്പ് സാധനങ്ങളാണ് ഹൈക്കോടതി. നമ്മുടെ റീച്ചിലുള്ള ഹൈക്കോടതി ജാമ്യം കൊടുത്തു? ഇല്ല. സുപ്രീം കോടതി ജാമ്യം കൊടുത്തു? ഇല്ല. ഞാൻ ഈ സംസാരിക്കുന്നത് 16 മണിക്കൂർ മുമ്പുള്ള ഡേറ്റ വെച്ചാണ്. അതിൻ്റെ പേര് നാളെ തന്നെ ചെയ്തിരിക്കരുത്. ഇനി EDക്ക് എന്തുകൊണ്ട് കൊടുത്തു? അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിൽ ഇടപെടണമെങ്കിൽ അതിൻ്റെതായ കാരണങ്ങൾ കൃത്യമായിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു പാർട്ടി, ഞാനൊരു BJPയുടെ ഒരു പ്രൊമോട്ടറായിട്ടോ BJP സപ്പോർട്ട് ചെയ്തോന്നല്ലോ പറയുന്നത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു രാഷ്ട്രീയത്തിൽ ഇലക്ഷൻ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവിനെ പിടിച്ചിട്ടാൽ അയാൾക്ക് മൈലേജ് കൂടത്തേ ഉള്ളൂ? കാരണം അയാളുടെ അണികൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്തായിരിക്കും? ഞങ്ങൾ നേതാവിനെ പിടിച്ച് ഇലക്ഷൻ നമ്മൾ പിടിച്ചെടുത്തിട്ടു, അയാൾക്ക് 10 വോട്ട് കൂടുതലേ കിട്ടത്തുള്ളൂ. കാരണം ഇഗ്നറൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, വിവരമില്ലാത്തവർ വിചാരിക്കും കണ്ടോ ഇവനെ തോപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണെന്ന് വിചാരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി അയാളുടെ ശത്രുവിനെ ഒരിക്കലും ഇലക്ഷന് മുമ്പ് പിടിച്ചകത്തിടത്തില്ല. ഇടിച്ച് അകത്ത് ഇടണമെന്നുണ്ടെങ്കിൽ തക്കതായ കാരണം ഉണ്ടായിരിക്കണം. പന്നു എന്ന് പറയുന്ന ആളെ പറ്റി നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഇന്ന് ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് പന്നു ഇന്ത്യൻ ഏജൻ്റാണ്. നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ബാക്കിയെല്ലാം പിന്നെ. അപ്പോൾ ഇന്ത്യ നിങ്ങളുടെ രാജ്യമാണ് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യ എൻ്റെ രാജ്യമല്ല എന്ന് മൈൻഡിലിരുന്നാൽ ഇത് തലക്കയറത്തില്ല. ഇത് കോടതി കിടക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഇന്നലെയോ മെനഞ്ഞാന്നോ ഒരു പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കെജ്രിവാൾ അനുകൂല പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഫോണിനകത്ത് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിലൊക്കെ പോലീസുകാരെ തല്ലി ചീത്ത വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ആഘോഷിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ രാത്രിയിൽ കതവ് തുറന്നിട്ട്, ഇപ്പോൾ ചൂടുള്ള സമയം കതവ് തുറന്ന് കിടന്നിട്ട് ഉറങ്ങുമ്പോഴും നമുക്ക് നിയമ സംവിധാനത്തിൽ ഉള്ള വിശ്വാസ്യതയാണ് നമ്മളെ ആ കതവ് തുറന്നിട്ടിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. കേരള പോലീസ് നല്ലതാണെന്നോ മോശമാണെന്നോ പറയും. നിയമ സംവിധാനത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ ജനലും കതവും തുറന്നിട്ടുറങ്ങുന്നത്. ഈ നിയമ സംവിധാനങ്ങൾ താഴെ ലെവൽ മുതൽ ടോപ്പ് വരെ പറയുന്നു അയാൾക്ക് ജാമ്യം പോലും കൊടുക്കരുത്. അപ്പോൾ ഇതൊരു കള്ളത്തരമാണോ? ആയിക്കോട്ടെ, കള്ളത്തരം ആയിക്കോട്ടെ, തെളിയിച്ച് വരട്ടെ. അതുവരെ വെറുതെ തുപ്പരുത്. ഇത് രാഷ്ട്രീയമല്ല, ഞാൻ പറഞ്ഞത് റിയാലിറ്റി. ഇനി നിങ്ങളുടേതായ അഭിപ്രായങ്ങൾക്കനുസരിച്ച് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തു. ഓക്കെ.